വലിയ പ്രതീക്ഷയോടുകൂടി വലിയ തയ്യാറെടുപ്പോടുകൂടി മുന്നണി നടന്നപ്പോൾ എം എ ബേബി CPM ജനറൽ സെക്രട്ടറി വോട്ട് രേഖപ്പെടുത്തുക. അദ്ദേഹം പോളിംഗ് ബൂത്തിന് ഉള്ളിൽ എത്തിക്കഴിഞ്ഞു. അദ്ദേഹം വോട്ട് ചെയ്ത അദ്ദേഹത്തിന്റെ പ്രതികരണം വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം ഈ ഒരു തുടർഭരണത്തിലേക്ക്, സംസ്ഥാനത്ത് തന്നെ തുടർഭരണത്തിലേക്ക് CPM ഇടതുമുന്നണി പ്രതീക്ഷിക്കുമ്പോൾ ഇവിടെ തുടർഭരണം കിട്ടുമോ എന്നറിയുന്നതിന്റെ കൃത്യമായ ഒരു ഉരകല്ലായി തെരഞ്ഞെടുപ്പ് മാറുമെന്ന് ഉറപ്പാണ്. സാധാരണഗതിയിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ റിസൾട്ട് ഫലം നിയമസഭാ തെരഞ്ഞെടുപ്പിനെ അതേപോലെ ബാധിക്കില്ലെങ്കിൽ പോലും സ്വാഭാവികമായും അതൊരു ഇൻഡിക്കേറ്ററാകും, ഒരു ദിശാസൂചികയാകുമെന്ന് ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ CPM-ന് ഭരണമുള്ള ഏക സംസ്ഥാനം അത് കേരളമാണ്. ആ സംസ്ഥാനത്ത് തുടർഭരണം വന്നില്ലെങ്കിൽ CPM ജനറൽ സെക്രട്ടറി ഇപ്പോൾ വോട്ട് രേഖപ്പെടുത്തിയ ശേഷം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ രാവിലെ തന്നെ വോട്ട് രേഖപ്പെടുത്തിയ ശേഷം വോട്ട് രേഖപ്പെടുത്തുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ഇതുവരെ ഔദ്യോഗികമായി നമുക്ക് ഒരു ഇടതുപക്ഷ നേതാവിൻ്റെ പ്രതികരണം അത് കടകംപള്ളി സുരേന്ദ്രൻ്റെ ഭാഗത്തുനിന്നുണ്ടായി എങ്കിൽ പോലും നേരത്തെ രാജീവ് ചന്ദ്രശേഖർ പ്രതികരിച്ചിരുന്നു, VD സതീശൻ പ്രതികരിച്ചിരുന്നു, KC വേണുഗോപാൽ പ്രതികരിച്ചിരുന്നു. അങ്ങനെ മറ്റ് പ്രധാനപ്പെട്ട മുന്നണികളുടെയും പ്രധാന നേതാക്കൾ പ്രതികരിച്ചിരുന്നു. നമുക്കിനി ലഭിക്കേണ്ടത് CPM-ന്റെ ജനറൽ സെക്രട്ടറിയുടെ തന്നെയാണ്. അത് അല്പസമയത്തിനകം ഏതാനും നിമിഷങ്ങൾക്കകം ഉണ്ടാകും. അദ്ദേഹം വോട്ട് രേഖപ്പെടുത്തി ഭാര്യ ബെറ്റി ലൂയിസ് ബേബിക്കൊപ്പം വോട്ട് രേഖപ്പെടുത്തിയ ശേഷം പുറത്തേക്ക് ഇറങ്ങുന്ന കാഴ്ചയാണ് കാണുന്നത്. പോളിംഗ് ബൂത്തിൽ നിന്ന് അല്പം മാറി ഒരുപക്ഷെ അദ്ദേഹം മാധ്യമങ്ങളോട് സംസാരിക്കും. പ്രധാനമാണ്, കാരണം LDF-ന് CPM-ന് വളരെ പ്രധാനപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പ് ദിനമാണ് ഇന്ന് എന്നത് സംശയമില്ലാത്ത കാര്യമാണ്. കാരണം ഒരു 3ാം ടേം അവർ കേരളത്തിൽ പ്രതീക്ഷിക്കുന്നു. നേരത്തെ അരുൺ പറഞ്ഞതുപോലെ ഭരണം ഉള്ള സംസ്ഥാനം കേരളം മാത്രമാണ്. പച്ചത്തുരുത്ത് എന്ന് പറയാവുന്ന സംസ്ഥാനം കേരളം മാത്രമാണ്. അവിടെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മിക്ക തെരഞ്ഞെടുപ്പുകളിലും ആധിപത്യം പുലർത്തുന്ന ഒരു സംവിധാനം കൂടിയാണ് ലെഫ്റ്റ് ഡെമോക്രാറ്റിക് ഫ്രണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. LDF സംവിധാനം ഒരു ചെറിയ വീഴ്ച പോലും വലിയ ചോദ്യങ്ങൾക്ക് ഇടയാക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ജനങ്ങളോട് വീടുകളിൽ ഉത്തരം പറയാൻ ബുദ്ധിമുട്ടുന്ന പാർട്ടി പ്രവർത്തകരെ തെരഞ്ഞെടുപ്പിലുടനീളം നമ്മൾ കണ്ടിരുന്നു. അതൊക്കെ അതിജീവിച്ചുകൊണ്ടുള്ള ഒരു വലിയ വിജയം സംഭവിക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ ആരോപണങ്ങളൊക്കെ വെറും പുകമറയാണ് എന്ന് പറയാനുള്ള ആത്മധൈര്യം LDF നേതാക്കൾ കാണിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. സംഭവിക്കുമോ എന്നത് 13-ാം തീയതിയാണ് അറിയേണ്ടത്. അപ്പോഴും MA ബേബിയുടെ വാക്കുകൾ പ്രസക്തമാണ്. നേരത്തെ സതീശൻ പറഞ്ഞത് അത്ഭുതകരമായ മുന്നേറ്റം, വലിയ മുന്നേറ്റം UDF-ന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമെന്നാണ്. രാജീവ് ചന്ദ്രശേഖർ തിരുവനന്തപുരത്തെ കാര്യം ചോദിച്ചപ്പോൾ 13-ാം തീയതി പറയാം എന്ന് പറയുന്നു. എന്താകും MA ബേബിക്ക് പറയാനുള്ളത് എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണണം. അദ്ദേഹം ഇപ്പോൾ പതുക്കെ ചാനൽ മൈക്കുകളുടെ അടുത്തേക്ക് വരികയാണ്. പ്രതികരണമുണ്ടാകും, സ്വാഭാവികമാണ്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ നമുക്ക് ശ്രദ്ധിക്കാം. ഇപ്പോൾ MA ബേബി CPM ജനറൽ സെക്രട്ടറി പ്രതികരിക്കുന്നു അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക്. വെറ്റിയുടെ കാണണ്ടേ, വോട്ട് ചെയ്ത് കാണിക്കണമെന്ന് കാണിച്ചു. ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകളിൽ അവയുടെ ചരിത്രത്തിൽ ഉടനീളം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് എന്നും വളരെ മികച്ച വിജയം കൈവരിച്ചിട്ടുള്ളത്. ഞാൻ ഓർക്കുന്നുണ്ട്, ഒരു തെരഞ്ഞെടുപ്പിൽ ഒരു ജില്ലാ പഞ്ചായത്ത് ഒഴികെ കേരളത്തിലെ മുഴുവൻ ജില്ലാ പഞ്ചായത്തുകളും അതുപോലെ തന്നെ കോർപ്പറേഷനുകളിലും മുനിസിപ്പാലിറ്റികളിലും ബ്ലോക്ക് ഗ്രാമപഞ്ചായത്തുകളിലുമൊക്കെ വളരെ മിന്നുന്ന വിജയം LDF-ന് നേടാൻ മുമ്പ് കഴിഞ്ഞിട്ടുണ്ട് പല ഘട്ടങ്ങളിലും. ഇത്തവണ അത് ആവർത്തിച്ചുറപ്പിക്കുന്ന ഒരു ഫലമാവും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രസ്ഥാനം ഭരണത്തുടർച്ച നൽകിയ ഒരു കാലഘട്ടത്തിൽ നടക്കുന്ന ചരിത്രത്തിൽ ആദ്യമായിട്ടാണ്. ഇപ്പോഴാണ് ആ ഭരണത്തുടർച്ചയുടെ വികസന പ്രവർത്തനങ്ങളും ജനക്ഷേമ പ്രവർത്തനങ്ങളും കൂടി വിലയിരുത്തിക്കൊണ്ടാണ് ത്രിതല പഞ്ചായത്തുകളുടെ പ്രവർത്തനത്തെ ജനങ്ങൾ വിലയിരുത്തുന്നത്. അപ്പം അതുകൊണ്ട് തിരുവനന്തപുരം കോർപ്പറേഷനിലും തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്തിലും അതുപോലെ കേരളത്തിലുടനീളവും LDF-ന് വളരെ മികച്ച വിജയമുണ്ടാവും എന്ന ശുഭപ്രതീക്ഷയാണ്.
ഈ തെരഞ്ഞെടുപ്പിൽ പൊതുരാഷ്ട്രീയ സ്ഥിതിയും വലിയ തോതിൽ ചർച്ച ചെയ്തിട്ടുണ്ട്. അതിൽ വിശേഷിച്ച് നമുക്കെല്ലാം അറിയാം, നമ്മുടെ നാട്ടിൽ ജനങ്ങളെ സമാധാനപൂർണമായ ജീവിതം ആഗ്രഹിക്കുന്ന ജനങ്ങളെ ഏറ്റവും കൂടുതൽ വിഷമിപ്പിക്കുന്ന ഒരു കാര്യം വർഗീയമായി ജനങ്ങളെ ഭിന്നിപ്പിക്കുന്നതാണ്, തമ്മിലടിപ്പിക്കുന്നതാണ്. ആ വർഗീയത ഈ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ വളരെ വ്യാപകമായി ചർച്ച ചെയ്യപ്പെട്ടു. വർഗീയതയ്ക്കെതിരെ, എല്ലാതരം വർഗീയതകൾക്കുമെതിരെ വിട്ടുവീഴ്ചയില്ലാതെ നിലപാടെടുക്കുന്നത് ഇടതുപക്ഷമാണ്, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് എന്ന കാര്യം ഈ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ കാലഘട്ടത്തിൽ കേരളം വ്യാപകമായി ചർച്ച ചെയ്തതാണ്. അതിന്റെ സ്വാധീനവും തെരഞ്ഞെടുപ്പ് ഫലത്തിലുണ്ടാവും. ശബരിമല സ്വർണ്ണപ്പാളി വിഷയം വലിയ രീതിയിൽ BJPയും കോൺഗ്രസും UDFും ചർച്ചയാക്കിയിട്ടുണ്ട്. അത് ഒരു വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കും. ശബരിമല സ്വർണ്ണപ്പാളി വിഷയവും ചർച്ച ചെയ്യുമ്പോഴും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അഭിമാനപൂർവ്വം തലയുയർത്തി പിടിക്കാൻ കഴിയും. കാരണം ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ കേരളത്തിലെ ആഭ്യന്തര വകുപ്പിന് കീഴിലുള്ള പോലീസാണ്, അതിൻ്റെ പ്രത്യേക അന്വേഷണ സംഘമാണ്, SIT ആണ് ഇത് അന്വേഷിക്കുന്നത്. ഇടതുപക്ഷവുമായി ഏതെങ്കിലും തരത്തിൽ ബന്ധമുള്ളവരെ ആരെങ്കിലും ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവർക്കെല്ലാം എതിരായി ശക്തമായി നീങ്ങുന്ന ആഭ്യന്തര വകുപ്പിനെയാണ് കേരളം കാണുന്നത്. അപ്പോൾ നിഷ്പക്ഷമായ നീതിപൂർവകമായ പോലീസ് ഭരണം കേരളത്തിലുണ്ട് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ശബരിമലയുമായി ബന്ധപ്പെട്ട വിഷയം. അതിൽ ആഭ്യന്തര വകുപ്പിൻ്റെ പ്രത്യേക അന്വേഷണ സംഘം നടത്തുന്ന നിഷ്പക്ഷമായ സുതാര്യമായ ഹൈക്കോടതിയുടെ അഭിനന്ദനം പിടിച്ചു പറ്റുന്ന തരത്തിലുള്ള അന്വേഷണം. അപ്പോൾ അത് LDFന് പ്രയോജനപ്രദമായിരിക്കും തെരഞ്ഞെടുപ്പ്. അല്ല, അത് പിന്നെ അതിനെക്കുറിച്ച് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. ഈ കേന്ദ്രത്തിലും മറ്റ് സംസ്ഥാനത്തിലും ഒക്കെ കോൺഗ്രസ് ഭരണവുമായി ബന്ധപ്പെട്ട് എത്രയെത്ര അഴിമതികളുടെ പട്ടികയാണുള്ളത്. ഒന്നും ഈ സമയത്ത് പറയേണ്ട കാര്യമില്ല, ജനങ്ങൾക്കറിയാവുന്ന കാര്യമാണ്. എന്തെങ്കിലും ഒരു അഴിമതി കാണിച്ച് ആരെങ്കിലും ഇടതുപക്ഷവുമായി ബന്ധപ്പെട്ടാൽ ഇടതുപക്ഷത്തിന്റെ സമീപനം അപ്പോൾ അവരെ ചെവിക്ക് തൂക്കിയെടുത്ത് പുറത്തു കളയും. അതാണ് മതിയല്ലോ. അതിജീവിതമാർക്ക് വിശ്വാസത്തോട് ധൈര്യത്തോടുകൂടി ജീവിക്കാൻ കഴിയുന്ന ഒരിടമായി കേരളത്തെ മാറ്റാൻ LDF പ്രതിജ്ഞാബദ്ധമാണ്. അതുകൊണ്ട് നീതി ആർക്കെങ്കിലും നിഷേധിക്കപ്പെട്ടു എന്ന ആശങ്കയും സംശയവും സമൂഹത്തിലുണ്ടെങ്കിൽ അവരുടെ സംശയം ദൂരീകരിക്കാൻ വേണ്ടി, അതിജീവിതമാർക്ക് പൂർണ്ണ സംരക്ഷണം നൽകാൻ വേണ്ടി ഏതറ്റം വരെയും കേരളത്തിൽ LDF ഗവൺമെന്റ് നീങ്ങും. അത് സംസ്ഥാന സെക്രട്ടറിയും മറ്റാളുകളുമെല്ലാം കേരളത്തിൽ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. ഇന്ന് ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് UDFന്റെ ഒരു MLA ഒളിവിലാണ്. അത് ഒരുപാട് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണല്ലോ. അതുകൊണ്ട് ആ UDFന്റെ MLA എങ്ങനെയാണ് മുഖ്യമന്ത്രിയെ സംബോധന ചെയ്തതെന്നെല്ലാം കഴിഞ്ഞ ദിവസം ഞാൻ നിങ്ങളെപ്പോലെ ഏതോ ചാനലിൻ്റെ അവർ റെക്കോർഡ് ചെയ്തതിൻ്റെ ഒരാൾ എനിക്ക് അയച്ചു തന്നു. അപ്പോൾ വളരെ ധിക്കാരപൂർവമായി ജനാധിപത്യ വിരുദ്ധമായി പെരുമാറിയിട്ടുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ യുവജന സംഘടനയുടെ നേതൃത്വത്തിലേക്ക് വന്നത് തന്നെ ആ സംഘടനയുടെ ചട്ടങ്ങൾക്ക് വിരുദ്ധമായി കൃത്രിമമായി വോട്ടേഴ്സ് ലിസ്റ്റിലൊക്കെ പേര് ചേർത്തിട്ടാണെന്നൊക്കെയുള്ള ആക്ഷേപം ഉണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു പൊതുസമൂഹത്തിൽ ജനങ്ങളുടെ പ്രതിനിധിയായി നിൽക്കാനുള്ള അദ്ദേഹത്തിൻ്റെ അർഹത ചോദ്യം ചെയ്യുന്ന തരത്തിൽ ഒരുപാട് കാര്യങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ മറ്റു കാര്യങ്ങളിലേക്ക് ഞാൻ പ്രതികരിക്കുന്നത് നല്ലതല്ല. കേരള സമൂഹം അത് വളരെ വ്യാപകമായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വളരെ സന്തോഷം, നന്ദി. MA ബേബിയാണ് മാധ്യമങ്ങളെ കണ്ടത്. ഇടതുപക്ഷം മികച്ച വിജയം നേടും എന്ന് പറഞ്ഞു വെക്കുകയായിരുന്നു CPM ജനറൽ സെക്രട്ടറി. അദ്ദേഹം വോട്ട് രേഖപ്പെടുത്തിയ ശേഷമാണ് മാധ്യമങ്ങളോട് സംസാരിച്ചത്. ഡാനി പോൾ കളമശ്ശേരിയിലുണ്ട്. ഡാനി, ഇപ്പോൾ പോളിംഗ് ശതമാനത്തിന്റെ ഒരു അന്തിമ കണക്കല്ല, ഈ സമയം വരെയുള്ള കണക്കുകളൊക്കെ ഏകദേശം പുറത്തു വന്ന സാഹചര്യമുണ്ട്. അതിൽ തിരുവനന്തപുരം കോർപ്പറേഷനിൽ 11, കൊല്ലത്ത് 11.54, കൊച്ചി കോർപ്പറേഷനിൽ 11.97. ഇതുവരെയുള്ള കണക്കുകൾ നോക്കിയാൽ ഭേദപ്പെട്ട പോളിംഗ് എന്ന് വിശേഷിപ്പിക്കാം, അല്ലേ?